വേസ്റ്റ് കൊട്ടായിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാണ് ഗൈസ്. എങ്ങോട്ടാണല്ലേ? അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയുടെ 90 ആവാനായിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് എന്നെ ഉണ്ണീനും ഇവിടുന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം. അപ്പോൾ ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പാക്കിങ്ങിന് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയുടേത് ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ടും എൻ്റെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ വലിയൊരു ട്രോളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു ടിഷ്യൂൻ്റെ പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാം. അതായത് ഞാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതും പുറത്ത് ഇടാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിയിട്ടുള്ള നല്ല കുറച്ച് ടോപ്പുകളൊക്കെയാണ്. ഇത് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നാണ്. നല്ല ഭംഗിയില് കാണാൻ വേണ്ടിയിട്ട് പുതിയതാണിത്. ഇത് ഇട്ടിട്ടില്ല. നല്ലപോലെ മടക്കി വെക്കാം. എന്തായാലും അത് മടക്കി ആദ്യം എന്നെ അമ്മ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഇതൊരു ടോപ്പ്. ആദ്യം നമ്മൾ വെച്ചത് ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇത് ഫീഡിങ് ടോപ്പ് ഒന്നല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. നല്ല നല്ല രസമുള്ള കോളറൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പും അതിന് തന്നെ ഒരു പലാസോടെ പാൻറ്റും ഇടും. അലാസ്റ്റിക് ആണ് പാൻറ്. കണ്ടോ? ഇനി അടുത്തത് ഒരു ഫീഡിങ് ടോപ്പാണ്. നല്ലൊരു ബ്ലൂ കളറിലുള്ളത്. ഇതൊക്കെ ചുക്കി ചുളിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഉപയോഗിച്ചതാണ്. അല്ല, ഇതൊക്കെ നമ്മൾ വാങ്ങിയ പാടെ അങ്ങനെ ഷെൽഫിൽ കുത്തി തിരികെ വെച്ചിട്ട് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് പോയതാണ്. ഇതൊക്കെ ഇപ്പൊ കൊള്ളുമെന്ന് പോലും അറിയില്ല. ഇട്ട് നോക്കണം പാകാണോ. പിന്നെ അടുത്തത് ഇതൊരു ബ്ലൂ തന്നെയാണ്. ഫീഡിങ് ടോപ്പ് തന്നെയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല സുഖമാണ്. അത് ഇതിനൊക്കെ പിന്നെ ഞാൻ ലെഗിൻസ് ആണ് യൂസ് ചെയ്യുക. ടോപ്പ് മാത്രമായിട്ട് വാങ്ങിയതാ. പിന്നെ അടുത്തത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നൈറ്റ് വെയർ എന്നല്ല, നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പൈജാമ സെറ്റ്. ഇതതിന്റെ പാന്റ്. ഇതാണ് ടോപ്പ്. കോളറൊക്കെ വരുന്ന നല്ല ടോപ്പ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സുഖം. കണ്ടോ? ഇതിന്റെ സാധനം പോലും പൊട്ടിച്ചു കളഞ്ഞിട്ടില്ല. നമ്മള് ഉപയോഗിച്ചിട്ടില്ല. ഇനി അവിടെ പോയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ബട്ടൺ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി അടുത്തത് ഒരു ബ്ലൂ കളർ. ഇത് കോംബോ ആയിട്ടൊന്നും വാങ്ങിയതല്ല, സെപ്പറേറ്റ് തന്നെ വാങ്ങിയതാണ്. ഇതിനൊക്കെ 500-400 റേറ്റ് വരുന്നുള്ളൂ. 3 ഉണ്ട്. 3 പല റേറ്റ് ആണ്. അതിന്റെ ടോപ്പ്. അടുത്തത് ഇത് 3 ഒരേ പാറ്റേണിൽ വരുന്ന തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ബട്ടൺ വരുന്ന സെയിം സാധനമാണ്. പക്ഷെ കോംബോ ഓഫറായിട്ട് അങ്ങനെ വാങ്ങിയതല്ല എന്ന് മാത്രം. അതിന്റെ പാൻറ് നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 600-700 ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച് നല്ല വേർത്തായിട്ട് തോന്നി. ഇത് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ 650-700 രൂപ വരുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ചേച്ചി ഇതേ സെയിം സാധനം അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 650-660 രൂപയ്ക്കാണ് വാങ്ങിയത്. ഞാനിത് 400-500-500ൻ്റെ ഉള്ളിലേ എല്ലാത്തിനുള്ളൂ. 3 റേറ്റ് ആണ്. പക്ഷെ 500ൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലതാണ്. ക്ലോത്തും നല്ലതാണ്. ഇനി അടുത്തത് ഞാനത് ജീൻസിന്റെ 2 വലിയ ടോപ്പല്ല, ഇതൊരു ഷർട്ട്. ഇതൊന്ന് ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനത് ഇട്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഷർട്ട് ഇട്ട പോലെ ഉണ്ടാവും. അത് മടക്കിക്കാൻ. അതിന് പാൻറ് വാങ്ങിയിട്ടില്ല. ഇനി പാൻറ് വാങ്ങണം. പിന്നെ ഒരെണ്ണം ഇതും ഷർട്ട് തന്നെയാണ്. ഞാൻ ഉണ്ണിക്ക് ഫീഡ് ചെയ്യേണ്ട കാരണം
സിബ് വരുന്നതൊക്കെ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കേട്ടോ. പിന്നെ ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തടിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിലും ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ തടിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ നോർമൽ ആയിട്ടുള്ള അണ്ടർസ്കേർട്ട് ഇടുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനത്തെ ഷേപ്പ് വെയർ ആയിട്ടുള്ള അണ്ടർസ്കേർട്ട് ഇടുന്നതാണ്. അങ്ങനെ എനിക്ക് 2 സാരിയുടെ യൂസ് ഉണ്ട് ഇപ്പം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പൊ ഇതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. നല്ല വൃത്തിയിലും ഷേപ്പിലും ഒക്കെ നമ്മൾ സാരി ഉടുത്താൽ നിൽക്കുകയും ചെയ്യും, ഓവർ തടി തോന്നുകയില്ല. പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് രണ്ടും ഞാനൊരു സെറ്റായിട്ട് വാങ്ങിയതാട്ടോ. ഇതിന് 300 സംതിങ്ങേ ഉള്ളൂ ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത്. ഇതും ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയതാണ് ഞാൻ. പിന്നെ അതുപോലെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഡെലിവറി കഴിഞ്ഞവർക്കും തടി ഉള്ളവർക്കും ഒക്കെ ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻ ഷേപ്പ്. ഇത് കുറെ പേർക്ക് അറിയുണ്ടാവും, എന്നാലും ഞാൻ വാങ്ങിയ സ്ഥിതിക്ക് നിങ്ങളോട് പറയണല്ലോ. അപ്പൊ ഇത് ഇട്ട് നോക്കിയപ്പം വയറൊക്കെ നല്ല കുറഞ്ഞ് നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനും 380 അങ്ങനെ എത്ര റേറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അത് ഡെലിവറി കഴിഞ്ഞാലും തടിയുള്ളവർക്ക് നന്നായിട്ട് വാങ്ങിക്കോളും. അത് നല്ല യൂസാണ്. അത് ഓൺലൈനിൽ തന്നെ വാങ്ങിയതാ. അപ്പം നമ്മൾ നേരത്തെ പുതിയത് കാണിച്ചില്ലേ, അതിന്റെ കൂട്ടത്തിൽ 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇത് ഒരു തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതും എനിക്ക് അമ്മ വാങ്ങിച്ചതാണ്. നല്ല ബ്ലാക്ക് ടോപ്പ്, ഫീഡിങ് ടോപ്പാണ്. കണ്ടോ, സിപ്പൊക്കെ വരുന്നുണ്ട്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ ഓരോന്ന് എടുക്കുന്നതിന്റെ ഇടയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എന്തോരം സാധനങ്ങൾ എനിക്കുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അതൊരെണ്ണം അതേ മെറ്റീരിയലിൽ സെയിം കളറിൽ വരുന്ന വേറൊരു ടോപ്പ്. ഇതിന് ഇവിടെ സൈഡിൽ ഇങ്ങനെ കെട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണിത്. അങ്ങനെ ഈ ഒരു ടോപ്പ് ഇതും അമ്മ വാങ്ങി തന്നതാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ഷേപ്പ് വെയറിന്റെ ക്ലോത്ത് അല്ല, അത് സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷേപ്പ് വെയർ ആണ്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയല് എന്നാൽ നല്ല വൃത്തിക്ക് നിൽക്കുന്ന നല്ലൊരു ഷേപ്പ് വെയർ ആണ്. ഇത് എന്റെ കല്യാണത്തിന്റെ ആണ് കേട്ടോ. നല്ല പുതിയതുപോലെ ഇരിക്കുന്നില്ലേ, കല്യാണത്തിന്റെ ആണ്. ആ ഒരു ദിവസവും പിന്നെ ഒരു തവണയും കൂടി ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതും നല്ല അടിപൊളിയാണ്. ഈ ഒരു ടോപ്പ് കണ്ടോ നിങ്ങൾ? ഇത് ഞാന് നമ്മുടെ ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും പാവാടയുടെ കൂടെയാണ് അന്ന് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് അതേ സമയം തന്നെ സാരിയുടെ ബ്ലൗസ് ആയിട്ടും യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള കളറാണ്. ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടൊക്കെ അടുപ്പിച്ചേക്കാണ്. എനിക്ക് നല്ല ഇഷ്ടം. അതിന് നല്ല ബ്ലാക്ക് സാരിയും നല്ല യെല്ലോ കളർ സാരിയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് വെറുതെ നിങ്ങളോടത്തൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇതൊക്കെ കഫ്താനാണ്. കഫ്താൻ മാക്സികൾ ഞാൻ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരുന്ന സമയം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാ. 2-3 കൂടെ ഉണ്ട്, കലക്കിയിട്ടേക്കാണ്. പിന്നെ 2-3 നാശമായിട്ടുണ്ട്, സിപ്പൊക്കെ പൊട്ടിയിട്ട്. അതൊന്നും ഞാൻ കൊണ്ടുപോകണില്ല. ഇതിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ നൈറ്റൊക്കെ ഇടാൻ പറ്റിയതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിനകത്ത് വെച്ചു. അപ്പൊ ഇനി ഈ പെട്ടിക്കകത്ത് ഞാൻ വെക്കണില്ല. ഇനി ഇതൊക്കെ നമുക്ക് നമ്മുടെ ബാഗിൽ വെക്കാം. ടീഷർട്ട്, ചുരിദാർ, ടോപ്പ്, അങ്ങനെ കുറെ സാധനങ്ങളാണ്. ഇന്നേഴ്സ് ഒക്കെ പിന്നെ ഞാൻ ആദ്യം ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാല് ഈ ട്രോളി ഞാനിപ്പോ നാളെ പോകുമ്പോ കൊണ്ടുപോയില്ല കേട്ടോ. ട്രോളിയൊക്കെ പിന്നെ 90-ന് ഇവിടുന്ന് അമ്മയും ഉണ്ണിയും ചേച്ചിയും കൂടെ വരുമ്പം അവരിൽ കാറിൽ കൊടുന്നോളും. എല്ലാം കൂടെ ഇപ്പൊ നാളെ കൊണ്ടുപോകണില്ല വെച്ചിട്ടാണ്. ഈ ഒരു ബാഗും അത്യാവശ്യം ഉണ്ണിയുടെ നമ്മൾ അന്ന് പാക്ക് ചെയ്തില്ലേ, അവളത് എല്ലാം കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ്. അത് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ഇതിപ്പം ഏകദേശം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പരിപാടി. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇവിടെ കുറച്ച് അലമാരയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഇവിടെ തന്നെ വെക്കുക. കാരണം ഇനിയിപ്പോൾ നമ്മൾ അടുക്കി വരികയൊക്കെ ചെയ്യുമ്പോൾ നിൽക്കാനൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ണിയുടെയും ഒരു 2-3 ജോഡിയും എൻ്റെ ഒരു 2-3 ജോഡി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ ബാഗും കഴിഞ്ഞു. ഇനി
കേട്ടോ. 5-6 എണ്ണമുള്ള ഒരു സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതെന്താണ്, ഇത് കാലിലിടാനുള്ള നമ്മുടെ നോക്കൂ, നല്ല ക്യൂട്ടായിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിങ്ങനെ കൊതു കടിക്കാതിരിക്കാനൊക്കെ നമുക്ക് കാലിൽ ഇട്ട് കൊടുക്കാം. നല്ല അത്യാവശ്യം ലെങ്ത്തിൽ ഇട്ട് കൊടുത്താല് കൊതൊന്നും കുത്തില്ല. അങ്ങനത്തെ ഒരു 5 ജോഡി ഉണ്ട് കേട്ടോ. വെള്ള, ചുവപ്പ്, മഞ്ഞ, പിങ്ക്, പിന്നെ ഈ സ്കൈ ബ്ലൂ, അങ്ങനെ 5 ജോഡി ഉണ്ട്. അതും പിന്നെ 2 ഉടുപ്പും കൂടിയാണ് അമ്മ വാങ്ങിയിട്ടുള്ളത്. നോക്കട്ടെ, അത് നോക്കിയിട്ടില്ല. അമ്മ ഇപ്പൊ കൊടുന്ന് ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നതാ. ഇത് കയ്യിലിടാനുള്ള, ഇതിനെന്തായിരുന്നു പറയാ, പറയടി. ഈ ചേച്ചിയോട് പറയാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞില്ല, ദുഷ്ട. ഇതിന്റെ പേര് മിറ്റ് എന്നാ തോന്നുന്നു ഗൈസ്, അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ അറിയുന്നവര് കമന്റ് ചെയ്തോളാം. അപ്പൊ അതുണ്ട്, നല്ല രസമുണ്ട്. അമ്മ ഇപ്പൊ വാങ്ങിയതാണ് സത്യത്തില്, കണ്ടോ. ഇതൊരു പൈജാമ സെറ്റ് ആണ് കേട്ടോ. എന്റെ പൊട്ടത്തരങ്ങളും കൂടി കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തോളാം. ഇതൊരു പൈജാമ സെറ്റ്, രാത്രി ഇടാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിക്ക് കൊതു കടിക്കുന്നതിന്. ഇതാ പറയണത്. രണ്ടും കളർ ചേഞ്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ. സെയിം സംഭവം കളർ ചേഞ്ചിൽ വാങ്ങിയിരിക്കുകയാണ്. അടുത്തത് ഇത്. അവള് നെറ്റില് കിടക്കില്ല, അവള് നമ്മള് കെട്ടിപ്പിടിച്ച് കിടന്നാൽ മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പൊ അവളെ കൊതു കടിക്കേണ്ട അത്യാവശ്യം നന്നായിട്ട്. പിന്നെ ഉണ്ണിക്ക് ഗുഡ് നൈറ്റ് അങ്ങനത്തെ കൊതുകുതിരി ഒന്നും നമ്മൾ വെച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കൊതുകടി കൊണ്ട് കെടുക്കാണ് അവളിപ്പം. പിന്നെ കൊതുകൊക്കെ ഉള്ള സമയമല്ല, മഴയുണ്ട് അത്യാവശ്യം. അപ്പൊ അതുകൊണ്ട് വാങ്ങിയതാണ് ഇന്നത്. ഈ ഒരു സെറ്റ് ഇപ്പൊ ഇന്ന് നമ്മ കൊടുന്നാണ്. ഇത് അവളെ പെട്ടിയിലേക്ക് മാറ്റി വെക്കണം. അപ്പൊ നമ്മളെ ഡ്രസ്സിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഉണ്ണീനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിന് നമുക്ക് ഉണ്ണിക്ക് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങള്, സാധനങ്ങള്, ബെഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുത്തയക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മള് അമ്മ അച്ഛനും കൂടിയിട്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനോട് നാട്ടിലില്ല, അച്ഛൻ എത്തറിലാണ്. അമ്മയും ഉണ്ണിയും ചേച്ചി മാത്രമാണ് ഇപ്പൊ വീട്ടില്. പിന്നെ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയില്ലോ, അങ്ങനെ. അപ്പം ആ സാധനങ്ങൾ കൂടെ ഞാൻ കാണിച്ചു തരാം, നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് കാണാം. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. വരും, ഇതിന്റെ പിന്നാലെ പോകുന്നുള്ളൂ. ഓരോന്ന് നമ്മൾ ഓരോ റൂമിലാണ് കഴിച്ച് വെച്ചിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന് ഓരോന്നായിട്ട് ഞാൻ എന്തൊക്കെയാന്ന് കാണിക്കാം. ഞാൻ അതിവിടെ ഇരിക്കട്ടെ. ഇതിൽ ഏറ്റവും ക്യൂട്ടായതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടൊരു സാധനം ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കുഞ്ഞി തൂക്കുപാത്രം. അവള് കുറച്ച് വലുതായാല് ഇത് കൊടുത്ത് അമ്പലത്തിൽ പറഞ്ഞേക്കണം, പുണ്യാഹം വാങ്ങിക്കാനും പായസം വാങ്ങിക്കാനും. അപ്പൊ ഇതാണ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി അടുത്തത് വലിയ അതിൻ്റെ ഒരു തൂക്കുപാത്രം. ഇങ്ങനൊക്കെയാണ് അത്ര കൊടുത്തു വിടുന്നത് കേട്ടോ. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഒക്കെ വാങ്ങിയത്. ഇത് വെള്ളപ്പൊടിയൊക്കെ ഇട്ടേക്കാനുള്ള പാത്രം. ഇത് ഓൾറെഡി നമ്മള് കുന്നങ്കായ ഉണക്കി പൊടിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും ക്യൂട്ടായതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടൊരു സാധനം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞി തൂക്കുപാത്രം. അവള് കുറച്ച് വലുതായാല് ഇത് കൊടുത്ത് അമ്പലത്തിൽ പറഞ്ഞേക്കണം, പുണ്യാഹം വാങ്ങിക്കാനും പായസം വാങ്ങിക്കാനും. അപ്പൊ ഇതാണ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി അടുത്തത് വലിയ അതിൻ്റെ ഒരു തൂക്കുപാത്രം. ഇങ്ങനൊക്കെയാണ് അത്ര കൊടുത്തു വിടുന്നത് കേട്ടോ. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഒക്കെ വാങ്ങിയത്. ഇത് വെള്ളപ്പൊടിയൊക്കെ ഇട്ടേക്കാനുള്ള പാത്രം. ഇത് ഓൾറെഡി നമ്മള് കുന്നങ്കായ ഉണക്കി പൊടിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല ടൈറ്റ് കണ്ടോ, നമ്മള് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച്. അങ്ങനെ അത്. പിന്നെ ഇതെന്താ, ഇത് പാമ്പേഴ്സ്, സ്മോൾ സൈസുള്ള പാമ്പേഴ്സ് ഒരു പാക്കറ്റ്. കുറച്ചും കൂടി നീക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ടിഷ്യൂ. ഇനി ഇത് കണ്ടോ, നമ്മളെ പൊടി വിരകി
പാത്രം. അതിനിങ്ങനെ അടപ്പ്, നമുക്ക് സ്പൂൺ അതിലിട്ടിട്ട് തന്നെ അത് മൂടാൻ പറ്റില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഹോള് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ്. അങ്ങനെ അത്, പിന്നെ വലിയ ഗ്ലാസ്, ചെറിയ ഗ്ലാസ്, ചെറിയ സ്പൂണ്, ഇനിയുണ്ട് വലിയ സ്പൂണ്. ഇതിന് മാത്രം ഇതൊക്കെ ഇപ്പൊ എന്തിനാണോ എന്തെങ്കിലും ആവട്ടെ, ചടങ്ങാണല്ലോ. പിന്നെ ഒരു കുഞ്ഞി ഇതെന്താ ഉരുളിയൊക്കെ, കുഞ്ഞു ഉരുളി. പിന്നെ ഇതും പൊടി വരകിട്ട് നമുക്ക് ഇട്ട് വെക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഇതിന്റെ ആവശ്യം സത്യത്തിൽ ഇല്ല കേട്ടോ, പക്ഷെ ഇത് അമ്മയ്ക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് ഏറ്റവും കുട്ടി ഗ്ലാസ്, പിന്നെ അതിനുള്ളൊരു സ്പൂണ് 3-4 തോന്നുന്നു. പിന്നെ ഇതെങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സോപ്പ് പെട്ടിയൊക്കെ സ്റ്റീലിന്റെ വേണത്ര വാങ്ങാന്, അങ്ങനെ നമ്മൾ വാങ്ങിയത്. പിന്നെ ഉള്ള കുഞ്ഞി പ്ലേറ്റ്, വലിയ പ്ലേറ്റ്, ഇത് അവൾക്ക് 35 വയസ്സാകുമ്പോ ചോറിനാനുള്ള പ്ലേറ്റ്. ഇത് അവൾക്ക് ഇപ്പൊ കൊടുക്കാം കുറച്ച് കഴിയുമ്പോ. അങ്ങനെ പ്ലേറ്റ്. പിന്നെ ഇത് ചൂടുവെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിന് കുറച്ചെടുത്തിട്ട് വെക്കാനുള്ളതായിരിക്കും അല്ലേ? അല്ല, ഇതെന്തിനുള്ളതാ? കുളിപ്പിക്കാനുള്ളത്. ഇത് കുളിപ്പിക്കാനുള്ളത്. അത് വേറെ എന്തിനേലൊക്കെ ഉപയോഗിക്കാന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ ഉണ്ണി ഇവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇത് എന്തിനൊക്കെയാന്ന് എനിക്കറിയില്ല സത്യത്തില്. നമ്മളിതൊക്കെ ഇപ്പോഴല്ലേ ഈ ആചാരം അനുഷ്ഠാനം ഒക്കെ നമ്മൾ അറിയുന്നത്, അതുകൊണ്ട് ഇതൊക്കെ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഓക്കെ, അതായി. നീ കളിക്കണോ? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്ക്. മമ്മയുടെ ഫോണിൽ നോക്ക, ഇവിടെ നോക്കിയേ. അവളവിടെ ഫോണിൽ നോക്കി കളിക്കുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പൊ ഒരു പെട്ടിയും കൂടെ ടിഷ്യൂ. മമ്മയും കുഞ്ഞും അവിടെ കളിക്കട്ടെ. ഞാന് എന്റെ അമ്മേനെ അവളെ കൊണ്ട് മമ്മാന്നും എന്റെ അച്ഛനെ പപ്പാന്നും കേട്ടോ വിളിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് നമ്മുടെ ഉരുളിയുടെ ചട്ടകം. വലിയ ചട്ടകാണ് കഴിച്ചത്. വെള്ളോടോ അങ്ങനെ എന്തോ സാധനാണോലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഉരുളി ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കവർന്ന് എടുത്തിട്ടില്ല നമ്മള്. അവരോടെ കളിക്കുന്നതിന്റെ സംസാരിക്കുന്നതിന്റെ ഒച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ഇതാ ചിത്രം കാണിക്കൂ. നമ്മളെ പണ്ടത്തെ തൊട്ടിലില്ലേ, നമ്മള് കുളത്തില് ഇതാക്കുന്ന ആ തൊട്ടിലിന്റെ സംഭവമാണ്, സെറ്റാണത്. അത് പാക്ക് ചെയ്തോണ്ടാണ് കേട്ടോ ഞാൻ പൊളിച്ച് കാണിക്കാത്തത്. അങ്ങനെ അത്. പിന്നെ ഇത് വെയിറ്റാണ് ഗൈസ്. ഇതൊക്കെ ഒരു കുട്ടിക്ക് കൊടുത്തേക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ. അപ്പൊ ഇത് അങ്ങനെ ഇത് നമ്മൾ സക്സസ്ഫുള്ളി തുറന്നു. ഇനി ഇതില് ഇതാ ഒരു കളിപ്പാട്ടം. പിന്നെ ഇതെന്താണെന്ന് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പൊടി നേരത്തെ കണ്ടില്ലേ, ഇത് പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഈ കൽക്കണ്ട ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ണിക്ക് പൊടി വരക. അതിൻ്റെ ഒരു 4 പാക്കറ്റോളം സാധനം ഉണ്ട്. അതായത് തന്നെ എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാനും മറന്നിട്ട്. അപ്പൊ അങ്ങനെ പടയ്ക്കാനും നോക്കാനും നമ്മൾ വേറെ ആളെ വിളിക്കണം. ഇനി ഇത് വെറും 10 കിലോ വെയിറ്റ് വരുന്ന ഒരു ഉരുളിയാണ് ഗൈസ്. ഇത് ഉരുളി കാണണം. ഇതാണ് അത്ര വെള്ളോടിന്റെ ഉരുളി. ഇതാ വെള്ളോടാന്ന് ഞാൻ പറയാൻ കാരണം അതിന്റെ ഈ ഗോൾഡൻ കളർ ഉണ്ടല്ലോ നമ്മുടെ ഉരുളിയുടെ, അത് പോവില്ല ഇത്ര, അത് കറുക്കും. അങ്ങനെ വെറും 10,000 രൂപയുടെ അടുത്തേ ആയിട്ടുള്ളൂ. അടുത്ത് വെച്ചാല് കാണുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, നല്ല വെയിറ്റാണ് ഈ ചട്ടകവും ഈ ഉരുളിക്ക് കിട്ടോ. വെയിറ്റ് ഇതിന് വെയിറ്റിനനുസരിച്ചിട്ടാണ് തോന്നുന്നു ക്യാഷ്. അപ്പൊ എന്തായാലും അത് അങ്ങനെ ഇതെല്ലാം നേരത്തെ
സാധനങ്ങളായില്ലേ. ഇനി ഇത് പായ, നമ്മുടെ പായ. ഈ പായയില് നമ്മള് ഇടാനുള്ള ബെഡാണ്. കുട്ടിക്ക് ബെഡ് വരെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ചടങ്ങ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചടങ്ങിനോടും ഇങ്ങനത്തെ ആചാരങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ ചെയ്തില്ല പറ്റൂച്ചിട്ട് ചെയ്യണം. ഞാനല്ല എൻ്റെ വീട്ടിൽ. ഇതാണ് നമ്മുടെ ഇതൊക്കെ അതുപോലെ വെക്കണ്ട. ഞാൻ അത് ഏറ്റവും വലിയൊരു പണി ഇതാ. ഇത് ബെഡ്, പച്ച ബെഡ്, അതിന്റെ 2 സൈഡിൽ വെക്കാനുള്ള സാധനം, പിന്നെ തലാണ, ഇതൊക്കെ വെച്ചിട്ട് തന്നെ അവള് കിടക്കുക. അപ്പൊ കഴിഞ്ഞു ഗൈസ്. പാത്രങ്ങളും സാധനങ്ങളും ഇതൊക്കെ ഞാൻ തിരിച്ചു വെക്കണം. അതിന് ഞാൻ അമ്മേനെ വിളിക്കാം. ഇതിന്റെ കൂടെ ഒരു വലിയൊരു സാധനം കൂടി ഉണ്ട്. നമ്മളിപ്പോ തുണിയുടെ തൊട്ടില് കണ്ടുവല്ലോ, അതല്ലാതെ നമ്മള് ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ ആട്ടാൻ പറ്റുന്ന തൊട്ടിലുണ്ടല്ലോ, അതും ഉണ്ട്. ഒരു വലുത് നല്ല ബൊമ്മയൊക്കെ വന്നിട്ട് ടെഡി ബിയറിന്റെ തലയൊക്കെ ഉള്ള ഓരോ തൊട്ടിലുണ്ട്. അത് പെട്ടിയിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ. കാരണം അത് പിന്നെ പാർട്സ് ആയിട്ടാണ്. അതിന് നമ്മൾ അവിടെ കൊണ്ടുപോയതിനു ശേഷം സെറ്റ് ചെയ്യും. അതിന്റെ എന്തെങ്കിലും ഒരു വീഡിയോ, ഫോട്ടോയോ, ക്ലിപ്പ് എന്തെങ്കിലും ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ അതും കൂടിയാണ് ഉള്ളത്. ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇവിടുന്ന് ഉണ്ണിക്ക് വേണ്ടിയിട്ടാട്ടോ, എനിക്ക് വേണ്ടിയിട്ടല്ല ഗൈസ്. ഇതൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നുവിടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അടുത്തത് കുറച്ച് മരുന്നുകളൊക്കെ കാണാം. അപ്പൊ ഇനി അടുത്ത റൂമിലേക്ക് പോവാം. അപ്പൊ ഓൾറെഡി ഞാനിത് കട്ടിലിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി അത് ഓരോന്നായിട്ട് എന്താന്ന് പരിചയപ്പെടാം. ഞാൻ ആദ്യം ഇവിടെ കയറിയിരിക്കട്ടെ. അപ്പൊ അതാ നമുക്ക് ഓരോന്നായിട്ട് കാണാം. കുറച്ചധികം അരിഷ്ടങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും നാളും ഈ മരുന്നുകളൊന്നും കുടിച്ചില്ലെന്ന് വിചാരിക്കരുത്. എല്ലാ മരുന്നുകളും നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് പോരാത്തതിന് നമുക്ക് നമ്മുടെ ഹെൽത്ത് സെന്ററിൽ നിന്നാണോ പഞ്ചായത്തിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അതിൽ ബാക്കിയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഇതൊരു സെറ്റിന് ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പൊ ഞാനിത് ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാട്ടോ. ഇത് ധന്വന്തരം കഷായമാണ്. രാവിലെ വെറും വയറ്റില് കുടിക്കേണ്ടതാണ്. രാവിലെ വൈകിട്ടും കുടിക്കണം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ കുടിക്കേണ്ടതാ. എല്ലാത്തിന്റെയും യൂസ് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാനിങ്ങനെ അമ്മ എടുത്ത് തരുമ്പം കുടിച്ചു പോവാന്നുള്ളതാണ്. പിന്നെ ഇനി അടുത്തത് ജീരകാരിഷ്ടം. അരിഷ്ടങ്ങളൊക്കെ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, വലിയ കുഴപ്പമില്ല. കഷായമാണ് സഹിക്കാൻ പറ്റാത്തത്, ഭയങ്കര കയ്പാണ്. പിന്നെ ഇത് ധന്വന്തര അരിഷ്ടാണ്. മറ്റേത് കഷായായിരുന്നു, ഇത് അരിഷ്ടാണ്. ഇത് കുഴമ്പ്, ധന്വന്തരം കുഴമ്പ്. ഇത് ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കുളിക്കുമ്പോഴും പിന്നെ കാല് കടച്ചില് അങ്ങനെയുള്ളതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ സാധാരണ നല്ലെണ്ണ തേച്ചിട്ടാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്, നല്ലെണ്ണയും മഞ്ഞളും തേച്ചിട്ട്. പിന്നെ വിതാരാതി കഷായം, ഇതും ഇളം ചൂട് വെള്ളത്തിൽ രാവിലെയും വൈകിട്ടും കുടിക്കാനുള്ള കേട്ടോ. ഇത് പൂക്കുല ലേഹ്യം. ഇത് നമ്മള് റെഡിമെയ്ഡ് സാധനമാണ്. ഇത് റെഡിമെയ്ഡ് അല്ലാതെ തന്നെ നമ്മൾ ഒറിജിനല് തെങ്ങിന്ന് പൂക്കുല എടുത്തിട്ട് ഇവിടെ വരകിയിട്ടാണ് എനിക്ക് അമ്മ തന്നിരുന്നത്. അത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉണ്ണിയുടെ സോപ്പാണ് കേട്ടോ. കോട്ടക്കൽ ആയുർവേദശാലയുടെ അവരുടെ പ്രൊഡക്റ്റ് ആണ്. ഈ സോപ്പാണ് നമ്മൾ ഉണ്ണിക്ക് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബാത്റൂമിലുണ്ട്. പിന്നെ ഇതെന്താണ്, അഷ്ടചൂർണം. ഇതും എന്തിനാന്ന് എനിക്ക് അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അഗെയിൻ ഒരു കഷായം, എന്താണ് ഇന്ദുകാന്തം കഷായം കേട്ടോ. എന്താല്ലേ വന്ന് പെണ്ണുങ്ങളെ പേരൊക്കെയാണ് കഷായത്തിന്. പിന്നെ ദശമൂലാരിഷ്ടം. ഇത് നമ്മൾ പ്രഗ്നൻസിയിൽ മാത്രമൊന്നുമല്ല, എല്ലാതെയും കഴിക്കുന്ന സാധനമാണ്. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുടിക്കാറില്ലേ. പിന്നെ ഇതും ദശമൂലാരിഷ്ടം തന്നെയാണ്, രണ്ടെണ്ണം. അങ്ങനെ ഇതിന്റെ ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഇത്രയും സാധനങ്ങൾ ഉണ്ട്, അപ്പൊ അത് കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ്. പിന്നെ
എന്തോ ഒരു ഡ്രോപ്പാട്ടോ. ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുള്ള ഡ്രോപ്പാണ്. എന്തിനായിരുന്നു കണ്ണിൽ ഇറ്റിക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവൾക്കൊരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു കണ്ണിന്റെ പുറത്ത്. അന്ന് തന്നിട്ടുള്ള മരുന്നാണിത്. അങ്ങനെ പിന്നെ ഇത് ബ്രസ്റ്റ് പമ്പാണ്. അതുപോലെ ഇത് ഉണ്ണിയുടെ ബോട്ടില്. അവൾക്ക് ഞാൻ ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് കേട്ടോ ചെയ്യണത്. പക്ഷെ ഇനി ഇൻ കേസ് നമ്മൾ പുറത്തേക്കൊക്കെ പോണ സമയത്ത് എടുത്ത് പെട്ടെന്ന് ഇപ്പൊ എനിക്ക് മാത്രമായിട്ട് പോകേണ്ട അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാല് പാലെടുത്തിട്ട് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് 2-3 തവണ നമുക്ക് യൂസ് ആയിട്ടുണ്ട് കേട്ടോ വാങ്ങിയ ശേഷം. കാരണം എനിക്ക് അത്യാവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പാലാക്കി വെച്ചിട്ട് പോവായിരുന്നു. ഇത് ഉണ്ണിയുടെ സാധനങ്ങൾ. അതിൻ്റെ തന്നെ ഈ സെറ്റിൽ ഇങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ തന്നെ നമുക്ക് കുറുക്ക് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഇത്. അപ്പൊ ഉണ്ണിയുടെ സാധനങ്ങളിലൊക്കെ അവൾക്ക് എന്ത് പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്യണത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. അതിനുശേഷം ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ അത് 2 എണ്ണം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പാലൊക്കെ ഉള്ള അമ്മമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ് ആവും. ഇതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രസ്റ്റ് പാഡാണ്. അതായത് ഇപ്പം നമ്മൾക്ക് ചില അമ്മമാർക്ക് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പാൽ ഒലിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ നമുക്ക് പാൽ അധികമായിട്ട് ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാം. കറക്റ്റായിട്ട് നമ്മളിവിടെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പാലൊക്കെ ഇതിനകത്ത് പിടിച്ചോളും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അമിതമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് പാലുള്ള അമ്മമാർക്കൊക്കെ നല്ല സാധനമാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു ബോക്സ്. ഇതിപ്പോ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മള് വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മാനേജ് ചെയ്ത് പോവായിരുന്നു. ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഒരു പാക്കറ്റ് നമ്മൾ മേടിച്ചത്.